ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു. ഈ ഒരു വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങളൊരു മാജിക്കൽ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയിരിക്കും. ഇന്ന് നാം അത്ഭുതകരമായ ഒരു യാത്രയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജീനെ തുടച്ചു മാറ്റിയിട്ട് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രകാശത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളുടെ മനസ്സ് ഒരു അടുക്കള പോലെയാണ്. അടുക്കളയിൽ പഴയ പാത്രങ്ങളും ചീത്തയായിട്ട് കിടക്കുന്ന സാധനങ്ങളും അലങ്കോലമായി നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അവിടെ പോയൊരു നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ആദ്യം അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നല്ലൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ പഴയ സങ്കടങ്ങളും പേടികളും ദേഷ്യങ്ങളും പരാജയങ്ങളുടെ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ ജീവിതം നമ്മൾക്ക് ഒരു രുചിയില്ലാത്തതുപോലെ ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കുകയും നമുക്ക് അവിടെ ഒന്നും പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അവിടെയാണ് നിങ്ങളുടെ ആ ഒരു മനസ്സിനെ വൃത്തിയാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ ഒരു ഹവായൻ ടെക്നിക്സാണ് ഹോപ്പോണോപ്പോണോ. ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല, ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പഴയ ഡാറ്റയെ, പഴയതായി അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ അഴുക്കുകളെയും ക്ലീൻ ചെയ്യുന്ന ഒരു ആത്മീയ ശുചീകരണമാണ്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു അടിഞ്ഞുകൂടി കിടക്കുന്ന ഡാറ്റ, അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കുകൾ നമുക്ക് തരുന്ന ഒരു പ്രൊജക്ഷനാണ്. ആ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കിൽ നിന്നാണ് നമ്മളുടെ ചിന്തകൾ ഉണ്ടാകുന്നത്. ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായി മാറാം. ഇങ്ങനെ നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹെൽത്തിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും, നിങ്ങളുടെ കരിയറിലും, നിങ്ങൾക്ക് പണത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ച് നിങ്ങൾ പുതിയൊരു നിങ്ങളായി മാറി ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോഹാൻസ് ഹാർമണിയുടെ അബണ്ടൻസ് എൻട്രിയിൽ ജോയിൻ ചെയ്യൂ. വെൽക്കം ടു ജോഹാൻസ് ഹാർമണി. ഞാൻ സ്റ്റീവ് ജോഹാൻ. ഹോപ്പോണോപ്പോണോയിലൂടെ നമ്മൾ ചെയ്യുന്നത് പുറത്തു നടക്കുന്ന എല്ലാത്തിൻ്റെയും 100% ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇത് കുറ്റം ഏറ്റെടുക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മളുടെ മാറ്റുവാനുള്ള ശക്തി എനിക്കുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ആ ഒരു മാറ്റം തുടങ്ങുന്നത് ഈ ഒരു 4 വാക്കുകളിലൂടെയാണ്. ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ ഉള്ളിലെ ആ ഒരു പേടി, ആ ഒരു ദേഷ്യം, അസൂയ, ആ ഒരു ഇൻസെക്യൂരിറ്റി, ഇവയെല്ലാം നമ്മൾ തിരിച്ചറിയുകയാണ്. അവയെ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അതിനോട് ക്ഷമ ചോദിക്കുന്നതാണ്. അടുത്ത വാക്കാണ് പ്ലീസ് ഫോർഗീവ് മീ. ദയവായി എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് നൽകൂ. എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്, എന്നെ ശുദ്ധീകരിക്കണം. എനിക്ക് തന്നെ ഞാൻ വരുത്തിയ വേദനകൾക്ക് ഞാൻ എന്നോട് തന്നെ മാപ്പ് ചോദിക്കുകയാണ്. താങ്ക് യു എന്ന് പറയുന്നു, നന്ദി. അത് പ്രശ്നം മാറിയത് കൊണ്ട് നമ്മൾ നന്ദി പറയുന്നതല്ല. ഈ ഒരു പ്രശ്നം വന്നതിലൂടെ ഇത് ക്ലീൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയുകയാണ്. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് നമ്മളുടെ പ്രപഞ്ചത്തെയും നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുന്നതാണ്. സ്നേഹം ഒഴുകുമ്പോൾ തടസ്സങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. സ്നേഹമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മരുന്ന്. പണത്തിൻ്റെ ആ ഒരു സാമ്പത്തിക തടസ്സങ്ങൾ നീക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പണത്തിൻ്റെ ആ ഒരു യഥാർത്ഥ പ്രശ്നം പണം ഇല്ല എന്നതല്ല, പണത്തെക്കുറിച്ചുള്ള നമ്മളുടെ പേടിയും തെറ്റായ വിശ്വാസങ്ങളുമാണ്. ഈ ഒരു പഴയ ഓർമ്മകൾ പണത്തിൻ്റെ ഒഴുക്ക് തടയുന്ന ഒരു പൈപ്പൊക്കെ ബ്ലോക്ക് ആവുന്നില്ലേ, അതേപോലെയാണ് നമ്മൾ കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ പേഴ്സ് ശൂന്യമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവുകയാണ്. അതിനോടാണ് നമ്മൾ പറയുന്നത് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നമ്മൾ പണത്തെ സ്നേഹിക്കണം, അതൊരു അതിഥിയാണ്. ഭയങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലേക്ക് ആ ഒരു പണം പുതിയ വഴികളിലൂടെ, പല വഴികളിലൂടെ നമ്മളിലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിരിക്കുന്നത് പണമുള്ള ആളുകൾ നല്ല ആളുകളല്ല, പണം അത്യാഗ്രഹികളാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്യാഗ്രഹികളാകും, നമ്മൾ നല്ല മനസ്സിൽ അല്ലാത്ത ആളുകളായി മാറും, ദുഷ്ടരായ ആളുകൾക്കാണ് കൂടുതൽ പണം ഉണ്ടാകുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ മാറ്റുക, പണത്തിനെ നമ്മൾ സ്നേഹിക്കുക. പണം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ പണത്തിനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മളിലേക്ക് പലതരത്തിലുള്ള പണം ഒഴുകാൻ തുടങ്ങും. എന്നെങ്ങനെയാണ് നമ്മളുടെ ബന്ധങ്ങൾ ഹീൽ ചെയ്യുക?
മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഓർമ്മകളുടെ ഒരു പ്രതിഫലനമാണ്. നിങ്ങളുടെ ഒരു ബോസ് നിങ്ങളോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു കണ്ണാടിയിലൊരു പ്രതിബിംബം പോലെയാണ്. കണ്ണാടി തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കാര്യമില്ല. നമ്മളത് മുഖം തുടച്ച് വേണം നമ്മളുടെ ആ ഒരു മുഖത്തെ കറകൾ മാറ്റാനായിട്ട്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള കാഴ്ചപ്പാടാണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ വേദനകളും ആ ഒരു ഇംപ്രഷൻസും ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മാറുമ്പോൾ, നിങ്ങൾ പുറത്തെ ലോകവും നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആ ഒരു വ്യക്തിയെ നോക്കിക്കാണുന്നത്, നിങ്ങളുടെ ബോസ് നിങ്ങളോട് ചൂടാവുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ബോസ് എപ്പോഴും എന്നോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്നോട് എപ്പോഴും ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രതികരണം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പിക്ചർ ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രതിബിംബങ്ങൾക്ക് എതിരെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മുടെ ആ ഒരു കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കാതെ നമ്മളെല്ലാത്തിനോടും ക്ഷമിക്കുക, ഐ എം സോറി. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നതിന് പകരം ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അവർ അവിടെ നിന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾക്കറിയത്തില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു തോന്നലുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ അവരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മളിപ്പോൾ നിലത്തിപ്പോൾ 6 എന്നൊരു അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ 2 സൈഡിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഒരു സൈഡിൽ നിൽക്കുന്ന ആൾ 6 എന്നും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ 9 എന്നാണ് വായിക്കുന്നത്. അപ്പോൾ 2 പേരുടെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ആണ് നമ്മൾക്കത് മനസ്സിലാവുന്നത് അത് 6 അല്ല 9 എന്നുള്ളത്. നേരെ തിരിച്ചു. അപ്പോൾ ഓരോ ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നത് അവരുടെ ആംഗിളിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വീണ്ടും പോകാണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്നതിന് പകരം ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ ഒരു സിറ്റുവേഷൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെ നമ്മളുടെ മനസ്സിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോപ്പണോപ്പണോ നിങ്ങൾ ഈ ഒരു 4 വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തു നോക്കൂ, 100% നിങ്ങളിൽ റിസൾട്ട് ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ 100% എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ അടുത്തതിന് ശേഷം ഒരു 0 സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. നിങ്ങളൊരു ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ വരണം. മനസ്സൊരു കമ്പ്യൂട്ടർ പോലെയാണ്. വൈറസുകൾ അതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാങ് ആവും. ഓപ്പണുകൾ ആ ഒരു വൈറസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ മനസ്സിനെ ഒരു ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരുപാട് ദൈവികമായിട്ടുള്ള ഇൻസ്പിറേഷൻസ് ലഭിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് തോന്നലുകൾ വരും. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരാളെ വിളിക്കൂ, ഈ ഒരു ബിസിനസ് ചെയ്യൂ, അല്ലെങ്കിൽ ഇവിടെ പോകൂ. ജീവിതം അത്ഭുതകരമാകുന്നത് ഇതേപോലെയുള്ള ഇൻസ്പിറേഷൻസ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ്. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ചെറിയൊരു ധ്യാനത്തിലേക്ക് പോവുക. നിങ്ങളൊരു ശാന്തമായിട്ടൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു ദീർഘമായിട്ടുള്ളൊരു ശ്വാസം എടുക്കുക. നിങ്ങളൊരു മനസ്സിൽ നിങ്ങൾ അലട്ടുന്ന ആ ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ ഹെവിനെസ്, ആ ഒരു ഭാരം തോന്നുന്നത്. ഇപ്പം മെൻ്റലി ഉള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലൊരു ഭാരം തോന്നും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണം, ഒരു ഓവറായി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ആ ഒരു ഭാരം അനുഭവപ്പെടും. അതേപോലെ നിങ്ങൾ ആ ഒരു മനസ്സിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളത് എവിടെയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ നെഞ്ചിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വയറിലാണോ? നിങ്ങളത് എവിടെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും അതിനെ വെറുക്കരുത്. അതിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അത് എത്രമാത്രം ഉണ്ട് അതിൻ്റെ തീവ്രത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അതിന് 100% നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് വരാനായിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ തന്നെയാണ്. ഞാൻ ഇതുപോലെ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഞാൻ ഇതിലേക്ക് വിളിച്ചു വരുത്തിയതിന്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നിങ്ങൾ 108 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അലിഞ്ഞു പോകുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. മഴ ഒഴിഞ്ഞു കഴിഞ്ഞുള്ള ഒരു ശാന്തമായിട്ടുള്ളൊരു സമാധാനം നിങ്ങളെ ചുറ്റി നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും.
ഈ ഒരു ഹോപ്പണോപ്പണോ എന്ന് പറയുന്നത് ഇതൊരു പെയിൻ കില്ലർ പോലെയല്ല, ഇതൊരു ജീവിത ശൈലി. നിങ്ങൾക്ക് തലവേദന വരുമ്പോൾ മരുന്നെടുത്ത് കഴിക്കുന്നത് പോലെയല്ല, നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാറ്റി മാറ്റുക. രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹോപ്പണോപ്പണോ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹോപ്പണോപ്പണോ ചൊല്ലുക. ആ ഒരു കാര്യത്തിന് 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. 108 തവണ ഹോപ്പണോപ്പണോ പ്രാക്ടീസ് ചെയ്യുക. രാവിലെയും അതേപോലെ ചെയ്യുക, രാത്രിയും ചെയ്യുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വാക്കിംഗ് ടോക്കിംഗ്, നിങ്ങൾ നടന്നു പോകുമ്പോഴും എപ്പോഴൊക്കെയാണോ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഈ സമയത്തെല്ലാം നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മിറാക്കിൾസ് സംഭവിച്ചിരിക്കും. ഇത് 100%ഉള്ള ഉറപ്പാണ്. കടബാധ്യതയിൽ മുങ്ങിയിട്ടുള്ള പല ആളുകളും പണത്തെക്കുറിച്ചുള്ള അവരുടെ പേടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിലേക്ക് പുതിയ അവസരങ്ങൾ വന്നു. അവർക്ക് അവരുടെ കടങ്ങൾ തീർക്കാനായിട്ടും ഒരുപാട് ദേഷ്യങ്ങളുള്ള പാർട്ട്ണർ അവരുടെ ദേഷ്യങ്ങളെല്ലാം മാറി നല്ല രീതിയിലേക്ക് അവർക്ക് മാറാനായിട്ട് സഹായിച്ചു. ഒരുപാട് ആളുകളുടെ സ്വഭാവങ്ങൾ മാറി. പലതരത്തിലുള്ള കുടുംബങ്ങളിൽ പലതരത്തിലുള്ള സമാധാനം സൃഷ്ടിക്കുകയും പലർക്കും ജോലി ലഭിക്കാനായിട്ടും നല്ല രീതിയിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാനായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ജനിച്ചത് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾ ജനിച്ചത് നിങ്ങൾ ഒരുപാട് നല്ല രീതിയിലേക്ക് ജീവിക്കാനും നല്ല രീതിയിൽ പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു വിളക്കുണ്ട്, അതിന്മേൽ പൊടി പിടിച്ചിരിക്കുകയാണ്. അതൊന്ന് തുടച്ചു വൃത്തിയാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു മാജിക്കലായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓപ്പണോ അതിൻ്റെ ഒരു താക്കോലാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഏരിയയിലാണോ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, നിങ്ങളുടെ ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, മണി, പണമാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി മണി, പ്ലീസ് ഫോർഗീവ് മീ മണി, താങ്ക് യു മണി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം സംഭവിക്കാനായിട്ട് 100% വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. സ്നേഹത്തോടെ സ്റ്റീവ് ജോഹാർ, ഹാർമണി. താങ്ക് യു യൂണിവേഴ്സ്.